പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ. നമ്മൾ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു ഉമ്മയും മോളും എന്നുള്ള ചാനലിൽ വീഡിയോസ് ഇട്ടിട്ട്. ഓരോ തിരക്കും കാര്യങ്ങളും കാരണം രണ്ട് ചാനലിലും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത കാരണമാണ് നമ്മൾ വീഡിയോസൊന്നും ഇടാത്തത്. അപ്പം ഇന്നിപ്പോൾ നമ്മൾ ഒരു വീഡിയോസായിട്ട് വന്നിട്ടുള്ളത് ശംഖുപുഷ്പം. എല്ലാവർക്കും അറിയാമല്ലോ, ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ വീട്ടിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് ഉണക്കി പൊടിപ്പിച്ചിട്ടുമുണ്ട്, പച്ചയായിട്ട് വേണ്ടവർക്ക് അങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ശംഖുപുഷ്പം വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ക്രീം ഉണ്ടാക്കിയിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഡെയിലി നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. ഞാനും എൻ്റെ മോളും ഇതിപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല റിസൾട്ടും ഉണ്ട്. കണ്ണിനടിയിലുള്ള കറുപ്പ് കളറ്, പിന്നെ എവിടെയൊക്കെയാണ് നമുക്ക് ബ്ലാക്ക് കളർ ഉള്ളത് വെച്ചെങ്കിൽ അതൊക്കെ പോവാനൊക്കെ നല്ലൊരു ഉത്തമ മരുന്നാണ് ഈ ശംഖുപുഷ്പം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിതിൽ ഒരു 4-5 ശംഖുപുഷ്പമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം, അങ്ങനെ ചൂടാറാനൊന്നും വെക്കണ്ട, നല്ല തിളപ്പിച്ച വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 5-10 മിനിറ്റ് നമ്മളതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കണ്ട ഇതുപോലെ നല്ലൊരു കളറിൽ നമുക്ക് കിട്ടും. അതിൽ നിന്ന് ബാക്കി വന്നിട്ടുള്ള ഇതൊക്കെ നമ്മൾ എടുത്ത് കളയുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അലോവേരയുടെ ജെല്ലാണ്. അപ്പം എൻ്റെ കയ്യിൽ പച്ച കളറ് അലോവേരയുടെ ജെല്ലുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ആണോ ഏതാണെന്ന് വെച്ചെങ്കിലും കുഴപ്പമില്ല, ഏത് ക്രീമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം എൻ്റെ ഇതിൽ ഒരു തരി ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് മാത്രമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് എത്ര കൊണ്ട് വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം അപ്പോൾ ഇതൊരു കുഴമ്പ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂള് എത്രണ്ണം ഉണ്ട് വെച്ചെങ്കിൽ എത്ര ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ എത്രണ്ണം ഉണ്ട് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് അതും നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഗ്ലിസറിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിൽ ഗ്ലിസറിൻ ഇല്ലാത്ത കാരണം ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടില്ല. എന്നിട്ട് പിന്നെ അലോവേരയുടെ ബോട്ടിൽ ഉണ്ടല്ലോ, ഏതായാലും ഇപ്പോൾ അലോവേരയുടെ ജെല്ലൊക്കെ നമ്മൾ ഇതിലേക്ക് എടുത്ത കാരണം ആ ബോട്ടിൽ വെറുതെ കാലിയാണല്ലോ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചാൽ അതിൽ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. എന്നും രാത്രി കിടക്കുന്നതിന് മുന്നേ മുഖം നന്നായി വാഷ് ചെയ്തിട്ട് ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ കഴുകിക്കളയുക. നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് പറയണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ശംഖുപുഷ്പം വേണമെന്നുണ്ടെങ്കിലും അത് ഉണക്കിയിട്ടുള്ളതാണെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം കുറച്ച് ദിവസം നമ്മളവിടെ ഇട്ടതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാച്ച് അവറൊക്കെ പുറകിലേക്ക് പോയി. രണ്ടും കൂടെ നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം ഉപ്പാനായിട്ടുള്ള പോക്കും ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം കൂടെ നടക്കാത്ത കാരണമാണ് ഈ ചാനൽ അവിടെ ഇട്ടത്. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമ്മളും വിജയിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് എല്ലാവരും കാണാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.